Present sir. Ajit Prasad PS, Yes sir. Anil Kumar K, Present sir. Anderson JD Almeida, Present sir. Balachandran TR, Present. Dinesh TR, Present. Joseph K, Present sir. Jose Work Vidyathil, Kerala Varma U, Present sir. Krishnadasan, Krishna Kumar P, Sir. Narayana Menon AK, Sir. Raj S, Present. Rajiv D, Present sir. Rajiv R, Present sir. Rajiv T, Present sir. Ramesh T, Present. Ram Kumar G, Present. Raju Sebastian, Present. Robbie P. Joseph, yes sir, Sabu Sebastian, Present. Sajiv IG, Present. Shanta Kumar, Present. Sansi Lal, Sir. Santosh Kumar G, Santosh Kumar G, വന്നിട്ടില്ല. Suresh K, Sir. Varghese AJR, Present sir. Venkateshwaran K, Vijay Kumar C, Sir. Ishanand Nambiripad VP, Present sir. Pradeep Kumar Bhatt, Present sir. Ramanandan KL, Present sir. Venugopal P, Present. Anita Devi PC, Present sir. Beena Thomas, Present. Lashmi Menon R, Present sir. Mini Paul, Sir. Mini R Nair, Present sir. Kartika Menon, Present sir. Shobha K, Sir. Srikumari KP, Present sir. Shubha S, Shubha, അവൾ absent sir. Suryaga C Menon, Present sir. Valsa Paul, Present sir. Varada K, Present. Vidya V, Present sir. VGTP, Present sir. Jyoti S Nair, Present. Suma V Prabhu, Present sir. Vinipilla. Sir. ഓർമ്മകളിലേക്കും ചരിത്രത്തിലേക്കും നടന്നുപോയ വഴികൾ ഇവിടെ തന്നെയുണ്ട്. പതിഞ്ഞ കാലടികൾക്ക് മീതെ 1000 പാദങ്ങൾ അമർന്നെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും വിരലടയാളങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇപ്പോഴും ഇവിടെ കാണാം. കാരണം അക്ഷരങ്ങളുടെ കുട്ടിക്കാലത്തെ പ്രതീക്ഷകളുടെ ഓർമ്മ പുസ്തകങ്ങളിൽ ഒളിച്ചിരിക്കുന്ന മയിൽപീലിത്തുണ്ടുകൾ ഒരിക്കലും മരിക്കാറില്ലല്ലോ. താളുകൾക്കിടയിൽ അമരുമ്പോഴും വെളിച്ചം കാണുന്ന ദിവസങ്ങൾക്കു വേണ്ടിയാണ് ആ വർണ്ണങ്ങളുടെ കാത്തിരിപ്പ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ വന്നു മൂടിയ ആ പുസ്തകങ്ങളെല്ലാം നമുക്കിന്ന് തുറക്കാം. കൗമാരത്തിൻ്റെ നിറങ്ങളുടെ നിറവിലേക്ക് എത്തി നോക്കുമ്പോൾ ആദ്യത്തെ കാഴ്ച ഈ പാഠശാല തന്നെയാണ്. അക്ഷരങ്ങൾ കൊണ്ട് ഓലമേഞ്ഞ് വാക്കുകളുടെ അടിത്തറയും അറിവിൻ്റെ വാചാലതയുമായി നമ്മെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പ്രാപ്തമാക്കിയ നമ്മുടെ സ്വന്തം സമൂഹം സ്കൂൾ. പട്ടണത്തിൻ്റെ തിടുക്കവും ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന സംസ്കാരത്തിൻ്റെ തണൽ നിറഞ്ഞ പറവൂരിലെ ആദ്യകാല സ്കൂളുകളിലൊന്ന്. അക്ഷരങ്ങളുടെ കെട്ടിടത്തിൻ്റെ ചരിത്രാന്വേഷണം എത്തി നിൽക്കുന്നത് ദീർഘദർശികളായ ശ്രീ ഡി നാരായണ അയ്യരുടെയും ശ്രീ അമ്പി സ്വാമികളുടെയും ദൃഢനിശ്ചയങ്ങളിലാണ്. മുന്നിലേക്ക് വന്ന ദുർഘടങ്ങളെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പുഞ്ചിരികൾ കൊണ്ട് നേരിട്ട് 1953 ഈ സ്കൂൾ സ്ഥാപിക്കുവാനുള്ള നിയോഗം ആ മഹാരഥന്മാർക്കായിരുന്നു. ആദ്യാക്ഷരങ്ങൾ പകർന്നു കിട്ടിയ പല തലമുറകളും ചരിത്രത്തിൻ്റെ സുവർണ ലിപികളിൽ തങ്ങളുടെ ജീവിതം കൊണ്ടുതന്നെ ഈ നായകന്മാർക്ക് സ്നേഹാക്ഷരങ്ങളാൽ നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട്. നമുക്കും ഇവരെ സ്മരിക്കാം. വി കൃഷ്ണമൂർത്തി അയ്യർ സാർ എന്ന കണിശക്കാരനായ പ്രധാന അധ്യാപകൻ്റെ കീഴിലായിരുന്നു നമ്മൾ. അന്നത്തെ അദ്ദേഹത്തിൻ്റെ കണിശത എന്തിനായിരുന്നു എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു. കാരണം ജീവിതയാത്രയിൽ നമ്മളിൽ പലരും ഇന്ന് കണിശക്കാരാണ്. ഈ അധ്യാപകൻ നമ്മുടെ കൗമാരകാലത്തെ അകംപുറം കാഴ്ചകൾ അറിഞ്ഞ വ്യക്തിയാണ്. വെയിലേറ്റ വാട്ടവും കണ്ണുകളിലെ ഉപ്പുരസവും മങ്ങലും തിളക്കവും എല്ലാമെല്ലാം ഈ ശർമ്മ സാറിൻ്റെ ഓർമ്മ പുസ്തകങ്ങളിൽ ഇപ്പോഴും ഉണ്ടാവും. നമ്മളറിയാതെ നമ്മളെ വായിച്ചെടുത്തിരുന്നു എന്നത് തന്നെയാണ് ഈ അധ്യാപകൻ്റെ വിജയം. സമർപ്പണത്തിൻ്റെ അധ്യയന ജീവിതത്തിൽ നമ്മളിൽ ആരൊക്കെ ഇദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് ഈ അധ്യാപകൻ്റെ മാനുഷിക തലത്തിൻ്റെ വിജയം.
ജീവിതത്തിൻ്റെ ഒഴുക്കിലേക്ക് അതിജീവനത്തിൻ്റെ വാക്കുകളും പ്രയോഗങ്ങളും ചോദ്യങ്ങളും ഉപചോദ്യങ്ങളുമായി കടന്നു വരുമ്പോൾ നമ്മുടെ കണ്ണുകളെ കാഴ്ചകൾക്ക് പ്രാപ്തമാക്കിയ, കേൾവികളെ ആത്മവിശ്വാസത്തിൻ്റെ കഥകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ, വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് തീരുന്ന വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് അധ്യാപനത്തിൻ്റെ മൗലികതയിൽ നമ്മെ അമ്പരപ്പിച്ചിരുന്ന ഷേണായി സാറിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് വഴികാട്ടിയാണ്. സായന്തനങ്ങളിൽ സാറിൻ്റെ വീട്ടിലെത്തിയിരുന്ന വിദ്യാർത്ഥികളുടെ പ്രത്യേക പഠനത്തിന് സമയം കണ്ടെത്തിയിരുന്ന ഈ അധ്യാപകൻ്റെ വാത്സല്യ സ്നേഹത്തിൻ്റെ മധുരമിഠായികൾ പങ്കിട്ടെടുത്തവർ ഭാഗ്യവാന്മാർ. ഉത്തരം കിട്ടാതിരുന്ന പല ചോദ്യങ്ങൾക്കും കാലം നമുക്ക് മറുപടി തന്നിട്ടുണ്ട്. ചുണ്ടിൽ തടഞ്ഞ ചോദ്യങ്ങൾക്ക് ഹൃദയം കൊണ്ട് മറുപടി പറഞ്ഞിരുന്ന നമ്മുടെ ഷേണായി സാറിന് നിറഞ്ഞ കണ്ണുകൾക്ക് താഴെയുള്ള കൈവിരലുകൾ കൊണ്ട് പ്രണാമം. നമ്മുടെ ഈ നിശ്ചല ചിത്രം പകർന്നിടുന്ന വർത്തമാനങ്ങൾക്ക് ജീവിതത്തിൻ്റെ പഠന തീർത്ഥാടനങ്ങൾക്കുമപ്പുറം വർണ്ണങ്ങളുടെ മഴവില്ലഴകുണ്ട്. ആത്മാർത്ഥതയും സത്യസന്ധതയും സ്നേഹത്തിൻ്റെ പാലങ്ങളാണെങ്കിൽ ഓരോ മുഖങ്ങളിലും ഓരോ കവിതകൾ വായിച്ചെടുക്കാം. കൗമാരത്തിൻ്റെ ചാബല്യങ്ങളിൽ നമ്മുടെ കണ്ണുകളും ചുണ്ടുകളും പറയാതെ പറഞ്ഞ കഥകൾ നമ്മൾ തന്നെ മറന്നിരിക്കാം. പക്ഷേ ഈ ചുവരുകളും മരബെഞ്ചുകളും നമ്മുടെ സൗഹൃദത്തിൻ്റെ പച്ചപ്പിനെയും കണ്ണുറുക്കലിൻ്റെ പ്രണയവസന്തങ്ങളെയും മറന്നിരിക്കില്ല. ചോക്കുപൊടികൾക്കും ചൂരലിനും ഡസ്റ്ററിനും ഗൃഹാതുരതയുടെ ബിംബങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എത്തും. ഒത്തുചേരലിൻ്റെ ചിന്തകൾക്ക് നമസ്കാരം, സംഘാടനത്തിൻ്റെ പ്രവൃത്തികൾക്ക്, വാക്കുകളുടെ നഖചിത്ര കോറലുകൾക്കും അപ്പുറത്തേക്ക് സ്നേഹം. നമ്മൾ എവിടെയാണ്, നമ്മൾ എന്തിനാണ് എന്ന ചോദ്യമെങ്കിലും ഈ ഒത്തുചേരലിൽ ജനിക്കുന്നുവെങ്കിൽ കൃതാർത്ഥരാകുന്നത് നമ്മൾ മാത്രമല്ല, ഇവിടുത്തെ ഓരോ മണൽത്തരികളുമാണ്. അടുത്ത തലമുറകളിലേക്കുള്ള ഉത്തരങ്ങളാകട്ടെ നമ്മുടെ ഓരോ ചോദ്യങ്ങളും. വൈകുന്നേരങ്ങൾ വിട പറയലിൻ്റെ പ്രതീകങ്ങളാണ്. നമ്മളിവിടെ ഉണ്ട് എന്നതിൻ്റെ പ്രതീകമായ കൂവലുകൾക്ക് പകരം നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾക്ക് വേണ്ടി നമുക്കിവിടെ നന്മയുടെ തൂവലുകൾ പൊഴിക്കാം. നിഷ്കളങ്കതയുടെ കുട്ടിത്തങ്ങൾ മാത്രം നിറഞ്ഞ മഴക്കാലം സ്വപ്നം കാണാം. ഓർമ്മകളിൽ സുഗന്ധം നിറയുന്ന ഈ വഴിത്താരകളിൽ നമുക്ക് വീണ്ടും കാണാം.